ഇവിടെ ഒരാൾ ഒരു ഡോക്യുമെന്ററി ചെയ്യാനായി ഈജിപ്ഷ്യൻ രാജകുമാരിയുടെ കല്ലറയിലേക്ക് വന്ന് അവളുടെ ശവപ്പെട്ടി തുറക്കുന്നു. നോക്കുമ്പോൾ അതിനകത്ത് ആ രാജകുമാരിയുടെ മമ്മി ഉണ്ടായിരുന്നില്ല. വിചിത്രമായ എന്തോ ഒന്ന് സംഭവിക്കാനുണ്ടെന്ന് അയാൾക്ക് തോന്നുന്നു. അയാൾ അത് പരിശോധിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. മമ്മീസിന് മറ്റൊരു ലോകത്ത് ഒരു ജീവിതമുണ്ട്. അപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത്. പ്രിൻസസിന്റെ ശവപ്പെട്ടിക്കകത്ത് ഒരു ദ്വാരം കാണുന്നു. അതുവഴി ഒരു വണ്ട് അകത്തേക്ക് കയറി പോകുന്നു. അകത്തേക്ക് കയറിപ്പോയ ആ വണ്ട് മറ്റൊരു വശത്ത് വരുന്നു. നോക്കുമ്പോൾ അയാൾ കണ്ടെത്തിയതുപോലെ തന്നെ അത് മമ്മീസ് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഭൂമിയിൽ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അങ്ങനെയാണ് അവിടെയും ആളുകൾ ജീവിക്കുന്നത്. ആ രാജ്യത്തെ രാജകുമാരി വിവാഹം കഴിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇവന്റെ കയ്യിൽ വിവാഹമോതിരം കൊടുത്ത് സേഫായി സൂക്ഷിച്ചു വെക്കണം, വിവാഹ ദിവസം ഇതും കൊണ്ട് വരണമെന്ന് പറയുന്നു. അവർക്ക് രണ്ടുപേർക്കും വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നെങ്കിലും വേറെ വഴിയില്ലാതെ സമ്മതം പറയുന്നു. അങ്ങനെ അവൻ മോതിരം കൊണ്ട് സേഫായ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്തു വെക്കുന്നു. എന്നാൽ അവിടേക്ക് ആ ഡോക്യുമെന്ററി തയ്യാറാക്കുന്നയാൾ ഒരു റോബോട്ടിനെ അയക്കുന്നു. അപ്പോൾ അതിന്റെ മുന്നിലേക്ക് അവൻ കൊണ്ടുവച്ച മോതിരം വന്ന് വീഴുന്നു. അത് തുറന്നു നോക്കി അയാൾ അതെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. മനുഷ്യരാണ് തന്റെ സ്ഥലത്ത് വന്ന സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കിയവൻ അവരെ അന്വേഷിച്ചു പോകുന്നു.